ഓക്കെ. ഷഹീറാണ് ഏറ്റവും അവസാനം വന്നത്. മനസ്സിലായോ അവിടെ എന്താ സംഭവിച്ചെന്ന്? ഐഗൺ വാല്യൂ അതായത് നമുക്ക് ഒരു മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂ λ1 λ2 λ3 ആണെങ്കിൽ എ പവർ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ λ1 പവർ λ2 പവർ λ3 പവർ n ആണ്. ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറസ്പോണ്ടിങ് എ സ്ക്വയറിന്റെ എ ക്യൂബിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തി. നമുക്ക് അവർ തന്നേക്കുന്ന ഇക്വേഷൻ ഇതാ, 3a³ + 5a² - 6a + 2a. ഈ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ഇക്വേഷൻ നമ്മൾ എഴുതി. എക്ക് പകരം ലാംഡ ഇട്ടാൽ മതി, 3λ³ + 5. അതില് ഓരോ ലാംഡയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷന്റെ ലാംഡ കിട്ടും. നീ ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ? അറ്റ് λ = 1 3a³ എന്ന് പറഞ്ഞാല് 3 × a³ 1. ഒരുണ്ട്. അറ്റ് λ = 1 നമുക്ക് ഈ ഇക്വേഷൻ എടുക്കണം. അപ്പം 1ന്റെ ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ 3 × 1³ + 5 × 1² - 6 × 1 + 2i. അടുത്ത അറ്റ് λ = 3 എടുത്തേ. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3³ 27. അപ്പം സ്ക്വയർ 9. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മനസ്സിലായില്ല? അത് മനസ്സിലായി. അത് നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേ ഉള്ളൂ. ഡയറക്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ ഐഗൺ വാല്യൂസ് കണ്ടെത്തിയതൊക്കെ നോൺ ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് ആയിരുന്നു. ആ 3x3 മെട്രിക്സിൽ നമുക്ക് ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് എവിടെയും വന്നില്ല. ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് വന്നാൽ മെത്തേഡ് ഒക്കെ സെയിം തന്നെ, ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് നോക്കാം. ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 or more eigen values are same. Two or more eigen values are same. ഇത് ചെയ്യുമ്പോൾ n - r കണ്ടെത്തണം. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്ന മെട്രിക്സിന്റെ ഓർഡർ, r എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ്
എ മൈനസ് ലാംഡ ഐയുടെ റാങ്ക്. ഓരോ ലാംഡയ്ക്കും n മൈനസ് ആർ കണ്ടെത്തണം. ആദ്യം നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടെത്തി. അപ്പൊ നമുക്ക് λ1, λ2, λ3 എന്ന് കിട്ടി. അതിൽ λ1 ഈക്വൽ ടു λ2 ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ λ1 ഈക്വൽ ടു λ2 ആണെങ്കിൽ ദെൻ ആ രണ്ട് ഐഗൺ വാല്യൂസും ഡീജനറേറ്റ് ആണെന്ന് പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. നമുക്കൊരു ഐഗൺ വാല്യൂസ് കിട്ടുകയാണ്. അതിൽ ഏതെങ്കിലും ഐഗൺ വാല്യൂസ് രണ്ടെണ്ണം സെയിം ആണെങ്കിൽ, രണ്ടോ അതിൽ കൂടുതലോ സെയിം ആണെങ്കിൽ അവിടെ ഡീജനറേറ്റ് ആണെന്ന് പറയാം. ദെൻ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യണം. n മൈനസ് ആർ കണ്ടെത്തണം. n എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എയുടെ ഓർഡർ, r എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ മൈനസ് ലാംഡ ഐ ചെയ്യുക. അപ്പൊ കിട്ടുന്ന മെട്രിക്സിന്റെ റാങ്ക് കണ്ടെത്തണം. ദെൻ ഈ n മൈനസ് ആറ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1 കിട്ടിയാൽ സെയിം ഐഗൺ വാല്യൂസ് have same eigenvector. നമുക്കപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്ത ZXY മെത്തേഡ് എടുത്താൽ മതി. n മൈനസ് ആർ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം ഐഗൺ വാല്യൂസ് have different eigenvectors. ഒന്ന് എഴുതിയെടുത്തോളൂ. നമ്മൾ n മൈനസ് ആർ എടുക്കണം. അതിൽ ആർ എന്താ നമുക്ക് അറിയണം കേട്ടോ. എ മൈനസ് ലാംഡ ഐയുടെ റാങ്ക് ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാൻ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 minus 2 minus 5, 4 minus 1 minus 5, minus 2 minus 1 minus 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലാംഡ കണ്ടെത്തണം. ട്രേസ് ഈക്വൽ ടു minus 1, determinant equal to ലാംഡ കണ്ടെത്തിക്കുക. എല്ലാവരും ലാംഡ കിട്ടുന്നതാണ് ഈ പറയണേ.
-20 എന്ന് കിട്ടും. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4 × 5 20 ആണ്. -5 എടുത്തത് 2 × 2 എടുത്തു. ഓക്കെ, നമ്മുടെ ഐഗൺ വാല്യൂസ് കിട്ടി. 2, 2, -5. Then here 2 തവണ വന്നിട്ടുണ്ട്. സോ അത് ഡീജനറേറ്റ് ഐഗൺ വാല്യൂസ് ആണ്. Then നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് -5 വെച്ചുള്ള ഐഗൺ വെക്ടർ ആദ്യം കണ്ടെത്താം. അതിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. At λ = -5, അത് λ = -5 ചെയ്തേ. ഏറ്റവും അവസാനം അർഷിനല്ലേ വന്നത്? അർഷിന, ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതേ നമ്മൾ ഇന്നലെ ചെയ്ത ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടറും കണ്ടെത്താൻ തന്നെയാണ്. ബാക്കിയുള്ളവർ ഇതിന്റെ λ = -5 നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമ്മള് അതെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടെത്താൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഐഗൺ വാല്യൂ ഡീജനറേറ്റ് ആണ്. അതായത് λ1 = λ2 = λ. അതായത് ഒന്നിൽ കൂടുതൽ ഐഗൺ വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ വേറെ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അതായത് n-r എടുക്കണം. n എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ, r എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന a-λI യുടെ റാങ്ക്. ഈ n-r = 1 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഒരേ ഐഗൺ വാല്യൂസിന് ഒരേ ഐഗൺ വെക്ടർ ആയിരിക്കും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. n-r ≠ 1 ആണ് കിട്ടുന്നതെങ്കിൽ ഒരേ ഐഗൺ വാല്യൂസിന് ഡിഫറെന്റ് ഐഗൺ വെക്ടർ ആയിരിക്കും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അർച്ചന, മൈക്ക് ഓഫ് ആയിക്കോ, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. at λ = -5 ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആബിദ് ചെയ്തോ? ഇക്വേഷൻ കിട്ടിയോ? മൈക്ക് ഓഫ് ആക്കിയോ, മൈക്ക് ഓഫ് ആക്കിയോ. 8x - 2y - 5z = 0. അല്ല, ഈ മെട്രിക്സ് എങ്ങനെ കിട്ടിയേ? 4, 4, -5, -2, -1, 2. ഓക്കെ, x, y, z. പറഞ്ഞോ. 8x - 2y - 5z = 0. ഇപ്പരെ പറഞ്ഞേ. ഞാൻ മെട്രിക്സിൽ തെറ്റുണ്ട് സാർ. 4x + 4y - 5z = 0. ഓക്കെ, ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ZXY മെത്തേഡ് തന്നെ ചെയ്യണം. ZXY. അല്ലാത്തവർക്ക് വേണമെങ്കിൽ അടുത്ത ഇക്വേഷനും കൂടെ എഴുതി ഇത് സോൾവ് ചെയ്യാൻ പറ്റൂട്ടോ. അതാണ് നമ്മുടെ നോർമൽ മെത്തേഡ്. ഇതൊരു ട്രിക്കാണ്. ഉത്തരം സെയിം തന്നെ കിട്ടും. 8 - 2 - 5 4, 4. Then Z divided by
40 equal to x divided by 30 equal to y divided by 20. Yes. ഇതിൽ നിന്നെല്ലാം 10 കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഇതിൽ നിന്നെല്ലാം 10 കോമൺ എടുക്കുകയാണെങ്കിൽ z by 4 equal to x by 3 equal to y by 2. Then x, y, z equal to 3 to 4. വേണമെങ്കിൽ നോർമലൈസ് ചെയ്ത് എഴുതാം. ഞാൻ ഇവിടെ നോർമലൈസ് ചെയ്യുന്നില്ല. നമുക്ക് നോർമലൈസ് ചെയ്യണമെന്ന് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നോർമലൈസേഷൻ പഠിപ്പിച്ചത്. ചെയ്തു വെച്ചോ, നോർമലൈസ് കൂടെ ചെയ്തു വെച്ചോ. 1 divided by 9 plus 4 plus 16. Then എന്ത് കിട്ടും? psi equal to psi 1 equal to 3 to 4 into 1 by root 29. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൂടെ അപ്ലൈ ചെയ്തു. at lambda equal to 2 to up to lambda equal to 2 വെച്ച് ചെയ്യാം. ഈ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ZXY മെത്തേഡ് വല്ല എടുത്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കണേ. ZXY മെത്തേഡ് കിട്ടിയില്ല. 8 into 4 minus 4 into minus 2. മനസ്സിലായത്? മൈക്ക് ഓഫ് ആയി ഓൾറെഡി ഡൗട്ട് അല്ലെങ്കിൽ ഓക്കെ. അടുത്തത് അറ്റ് ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു ഡീജനറേറ്റ് വാല്യൂ ആണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? n-r കണ്ടെത്തണം. അതിൽ n എന്താ? നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ. ഇവിടെ എത്രയാ? 3x3 അല്ലേ? 3. r എന്ന് പറഞ്ഞാൽ എന്താ? n അല്ല, a മൈനസ് ലാംഡ ഐ യുടെ റാങ്ക്. സോ നമുക്ക് a മൈനസ് ലാംഡ ഐ ചെയ്യാം. a minus 2i equal to 1 minus 2 minus 5, 4 minus 3 minus 5 minus 2 minus 1 minus 5. ഇതിന്റെ റാങ്ക് കണ്ടെത്തണം. റാങ്ക് കണ്ടെത്താൻ നമ്മൾ നേരത്തെ പഠിച്ചതാ. സ്നേഹ ഒന്ന് മൈക്കോണാക്കിയ. സ്നേഹ, നമ്മൾ റാങ്ക് കണ്ടെത്തിക്കൊണ്ടിരുന്ന എങ്ങനെയാ?
സ്നേഹ കേൾക്കണില്ല, എന്തെങ്കിലും പ്രോബ്ലം, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാവും. എന്നാ മൈക്ക് ഓഫ് ആയിക്കോളൂ. സ്നേഹ മൈക്ക് ഓഫ്. ആ ഓക്കെ. ഫർഹാൻ എന്ന് വരുമോ? ഫർഹാൻ. നമ്മളെ റാങ്ക് കണ്ടെത്തിക്കൊണ്ടിരുന്ന എങ്ങനെയാ? ആദ്യം ഇതിന്റെ ഫുൾ ഡിറ്റർമിനന്റ് കണ്ടെത്തണം. അടുത്ത +0 കിട്ടി. അപ്പം റാങ്ക് നോട്ട് ഈക്വൽ ടു 3. ദെൻ ഇതിലൊരു ചെറിയ മെട്രിക്സ് എടുക്കുകയാണ്. 2 × 2 1 - 2 4 - 3. അതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ റാങ്ക് ഈക്വൽ ടു 2. ഓക്കെ, നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n മൈനസ് റോ ഈക്വൽ ടു n മൈനസ് റോ കണ്ടെത്തണം. n മൈനസ് റോ ഈക്വൽ ടു 3 - 2 ഈക്വൽ ടു 1. ഓക്കെ, n മൈനസ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാ? n മൈനസ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം ഐഗൺ വാല്യൂസിന് സെയിം ഐഗൺ വെക്ടേഴ്സ് ആയിരിക്കും. n മൈനസ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം ഐഗൺ വാല്യൂസിന് സെയിം ഐഗൺ വെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ZXY മെത്തേഡ് ചെയ്താൽ മതി. അത് ഐഗൺ വെക്ടർ 2 തവണ എഴുതി വെച്ചാൽ മതി. ദെൻ നമ്മൾ എങ്ങനെയാ കണ്ടുകൊണ്ടിരുന്നത്? a മൈനസ് ലാംഡ I ഇൻറ്റു psi ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ a മൈനസ് ലാംഡ I കണ്ടെത്തിയിട്ടുണ്ട്. മൈനസ് I വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. which is equal to x minus 2y minus 5z equal to 0. 4x minus 3y minus 5z equal to 0. Then നമ്മുടെ ZXY മെത്തേഡ്.
z divided by 5 equal to x divided by minus 5 equal to y divided by minus 50. Then ഇതിൽ ഞാൻ 5നെ കോമൺ എടുക്കുകയാണ്. 5നെ കോമൺ എടുക്കുമ്പോൾ z by 1 equal to x by minus 1 equal to y by minus 3. Then നമ്മുടെ ഐഗൺ വെക്ടർ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടർ. ഇതിനെ നോർമലൈസ് ചെയ്താൽ √1 കിട്ടും. നമ്മുടെ സൈറ്റും സൈ3യും സെയിം ആണ്. സൈ ഇത് ഈക്വൽ ടു സൈ2 സൈ3യും ഈ സെയിം സാധനം തന്നെയാണ്. സെയിം n മൈനസ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം ഐഗൺ വാല്യൂസ് ഹാവ് സെയിം ഐഗൺ വെക്ടേഴ്സ്. ഈ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇടാം, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യട്ടോ. ആഷിഖ്, ലാംഡ എന്ത് കിട്ടി? ചെയ്യുന്നുള്ളൂ സാർ, ഒറ്റ മിനിറ്റ്. ട്രേസ് ഈക്വൽ ടു ടോർമെന്റ് ഈക്വൽ ടു -8. -3 -4.
-8 ആണ് കിട്ടിയത്. -8. അപ്പോൾ 2 2 -2. നോക്കട്ടെ. ഓക്കെ, ലാംഡ ഈക്വൽ ടു 2 2 -2. നമുക്ക് നോൺ ഡീജനറേറ്റ് ആദ്യം ചെയ്യാം. ലാംഡ ഈക്വൽ ടു -2. അപ്പോൾ 2 - λ -2 2 1 - λ 1 3 - 1 - λ. മെട്രിക്സ് ഇങ്ങനെയാണ് കിട്ടിയത്. 4 - 2 2 1 3 1 1 3 1. ഒരു മിനിറ്റ്. അവസാനത്തെ 1 തന്നെയാണ്. -1 -2 -1 + 2 is equal to 0. Corresponding equation 4x - 2y plus 2z equal to 0. X plus 3y plus z equal to 0. zxy okay. 4 - 2 3 1 divided by 100. Y divided by -4. ഇങ്ങനെയാണ് കിട്ടിയത്. z 10 തന്നെയാണ്. 12 -2 സോറി 40. അതന്നെ. ഓക്കെ, ഇതിൽ നിന്ന് കോമൺ 2 എടുക്കാലോ. z by 7 equal 4 1 7 -4 from x y z equal to -2 -4 -1 7. നോർമലൈസും കൂടെ ചെയ്തോ. 49 plus 1 plus 60 plus 69 1/8 69. 66 അല്ലേ? 66. Then ആഷിക at lambda equal to 2 കൂടി ചെയ്യണം. lambda equal to ആദ്യം n-6 കണ്ടുപിടിക്കണം. അതെ, n3 at lambda equal to 2 a minus lambda I equal to 0 minus 2 2 1 minus 1 1 1 3 minus 3. ഓക്കെ, ഇതിന്റെ റാങ്ക് ആദ്യം കണ്ടെത്തണം. 2 - 2 into 1 - 1 plus 2 into
3 ആണ്. റാങ്ക് 3 എന്നാണ് കിട്ടിയ. റാങ്ക് 3. അപ്പോൾ 0 മൈനസ് റാങ്ക് 3 ഇത് എല്ലാരും ചെയ്ത് നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണേ. അപ്പം റാങ്ക് ഈക്വൽ ടു 3, then n മൈനസ് r ഈക്വൽ ടു +2 into 3 plus 1. determinant കാണാം. 0 ആണ്. സീറോ. അപ്പം n മൈനസ് 4 ഈക്വൽ ടു 3 മൈനസ് 2 ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കിട്ടിയാൽ ആഷിക്ക് എന്ത് പറയും? സെയിം ഐഗൺ വാല്യൂസ് ആവും, സെയിം ഐഗൺ സ്റ്റേറ്റ്. ദെൻ അത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ചെയ്തോ. ആഷിക്ക് ചെയ്തിട്ട് ഉത്തരം പറയട്ടോ. ബാക്കി ആർക്കെങ്കിലും ഇടയ്ക്ക് കട്ടായി പോയ ആർക്കെങ്കിലും ഇത് മനസ്സിലാകത്തുണ്ടോ എന്ന് ചോദിക്കുവോ? ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പ്? ഇടയ്ക്ക് കട്ടായി പോയ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? റാങ്ക് 2. റാങ്ക് ഒരു ഉണ്ട്. നമ്മൾ റാങ്ക് കണ്ടെത്തിയിരുന്നില്ലല്ലോ, നമ്മൾ ആകെ ഇതല്ലേ കണ്ടെത്തിയുള്ളൂ. റാങ്ക് കണ്ടെത്തണമെങ്കിൽ ഇനി അടുത്ത 2x2 മെട്രിക്സ് എടുക്കണം. അല്ല, ഇതല്ലല്ലോ ഇത്. അപ്പോൾ 0 + 2 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ റാങ്ക് ഈക്വൽ ടു 2. മനസ്സിലായോ അരുണേ? മനസ്സിലായി. അല്ല ആഷിക, നമ്മള് റാങ്ക് 2 ആന്ന് കണ്ടെത്തിയിട്ടുണ്ടായില്ല, റാങ്ക് 3 അല്ല എന്ന് മാത്രമേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. മെട്രിക്സ് എടുത്തിട്ട് ഇനി 2x2 മെട്രിക്സ് എടുത്ത് ഡിറ്റർമിനന്റ് കണ്ടു നോക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ റാങ്ക് ഈക്വൽ ടു 2 എന്ന് കിട്ടി. റാങ്ക് 3 അല്ലാന്ന് തോന്നിയാൽ അപ്പൊ തന്നെ റാങ്ക് 2 എന്ന് എഴുതരുത് കേട്ടോ. ചിലപ്പോ റാങ്ക് 1 ആവും. അപ്പൊ നമ്മൾ ചെയ്തൊക്കെ തെറ്റിപ്പോകും. സർ, ആ ഡിറ്റർമിനന്റ് മിസ്റ്റേക്ക് ഉണ്ടോ? 8 ആണ് വരുന്നത്. +8 അല്ലേ? 0 ആവുന്നുണ്ടല്ലോ. -8 +8 അല്ലേ വന്നത്? അല്ല, ആ സെക്കൻഡ് സ്റ്റെപ്പില് 2 into 3 - 3 അല്ലേ വരിക? -1 -3 ചെയ്യുമ്പോൾ 3, പിന്നെ -3 1 പ്ലസ് മൈനസ് പ്ലസ്. ആദ്യം 0 ഫുൾ 0 ആയി. പിന്നെ -2 +2. 2 into 3 - 3 അല്ലേ? -1 ഈ രണ്ട് ഇതല്ലേ എടുക്കുന്നത്? Sir, excuse me. ചോദിച്ചോ. നമ്മൾ ഈ 3/3 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു -2/2 മാട്രിക്സിന്റെ രണ്ടെണ്ണം ഡിറ്റർമിനന്റ് കാണുന്നുണ്ട്. അപ്പൊ അതില് രണ്ടും 0 ആയില്ലെങ്കിൽ നമുക്ക് റാങ്ക് 2 എന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ ഈ 3/3 മെട്രിക്സ് ഫുൾ ഡിറ്റർമിനന്റ് 0 ആയി. അപ്പൊ നമ്മുടെ റാങ്ക് ഈക്വൽ ടു 3 അല്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് 2x2 മെട്രിക്സ് എടുത്തു. അതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എലമെന്റ് ഇൻടു മൈനർ ഓഫ് ദാറ്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നുണ്ടല്ലോ. അപ്പോ അത് ഒരു 2/2 മാട്രിക്സ് ആണല്ലോ, അതിന്റെ സബ് മാട്രിക്സ് അല്ലേ. അപ്പൊ അത് 0 ആയിട്ടില്ലെങ്കിൽ റാങ്ക് 2 ആവും. ഇല്ല, അത് 0 ആയാൽ റാങ്ക് 2 ആകില്ല. അല്ല സാർ, അത് 0 ആകുന്നില്ല. അതായത് ഇപ്പൊ നമ്മള് 2 സ്റ്റെപ്പിലാണല്ലോ റാങ്ക് 2 എന്ന് കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മള് 3/3 മാട്രിക്സ് ചെയ്യുമ്പോ തന്നെ റാങ്ക് 2 ആണെന്ന് അതിനൊന്നും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവോ? അതായത് ഫസ്റ്റ് എലമെന്റ്, അതായത് ഇപ്പൊ -2 ഇൻടു വേറൊരു മാട്രിക്സ് നമ്മൾ സബ് മാട്രിക്സ് കൺസിഡർ ചെയ്തു 1 1 1 -3. അപ്പൊ ആ 1 1 1 -3 യുടെ
ഡിറ്റർമിനന്റ് 0 അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ റാങ്ക് 2 ആണ് നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാലേ, നമ്മള് 3x3 മെട്രിക്സ് ചെയ്തല്ലോ. ഇതെങ്ങനെയാ നമ്മളൊരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണുക? ഫസ്റ്റ് എലമെന്റ് 0 ഇൻറ്റു മൈനർ -1 1 3 -3 പ്ലസ് -2 ഇൻറ്റു അതിന്റെ മൈനർ 1 1 1 -3 പ്ലസ് 2 ഇൻറ്റു അതിന്റെ മൈനർ 1 -1 1 3. ഓക്കെ, ഇത് ഫുള്ള് ചെയ്തപ്പോൾ നമുക്ക് 0 എന്നാ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി റാങ്ക് ഈക്വൽ ടു 2 ആണോന്ന് ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് 0 പ്ലസ് 2 ഇൻറ്റു ഇതൊരു 2x2 മെട്രിക്സ് അല്ലേ ഇവിടുന്ന് എടുത്തത്, അത് 0 ആകുന്നില്ല എന്ന് നോക്കിയാൽ പോരെ. -3 -1 അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താന്ന് ചോദിച്ചാല് 3x3 മെട്രിക്സ് നമ്മൾ ചെയ്തപ്പോൾ 0 എന്ന് കിട്ടി. അത് കിട്ടുന്ന സമയത്ത് നമ്മൾ മൈനർ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് മൈനർ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉത്തരം നോക്കിയാൽ മതി. അതാണ് ചെയ്തത്, അതാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ക്ലിയർ ആകത്തുണ്ടത്? നമ്മൾ ചെയ്ത മെത്തേഡൊക്കെ ശരിയാണ് കേട്ടോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ പറയാൻ കഴിയും 2x2 മെട്രിക്സ് 0 ആണോ നോൺ 0 ആണോ. പക്ഷെ സാർ ഇപ്പൊ സാർ എടുത്ത എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സെൻട്രലിലെ മൈനർ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു ഡയറക്റ്റ് 2/2 അല്ലല്ലോ, നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് 2 വീതം എടുത്തതല്ലേ. മറ്റേ 2 പറയാൻ പറ്റും, ആദ്യത്തേൽ നിന്നും അവസാനത്തേൽ നിന്നും പറ്റും. ഓക്കെ മനസ്സിലായി. അപ്പൊ സെൻട്രലിൽ എടുക്കാൻ കഴിയില്ല, ഇത് എടുക്കാൻ. പക്ഷേ സെൻട്രലിൽ എടുക്കാൻ കഴിയില്ലേ, അത് മൈനർ അല്ലേ, അത് ഈ മെട്രിക്സിന്റെ മൈനർ. അത് പക്ഷെ അതിവിടെ എടുക്കാൻ കഴിയുമോന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ആദ്യത്തും അവസാനത്തെയും കഴിയും. ഇത് പറ്റുമോ അറിയില്ല. പിന്നെ ഇത് രണ്ടും 0 ആയി കിട്ടിയാലും നമുക്ക് ബാക്കിയുള്ള 2x2 ഒക്കെ ചെയ്തു നോക്കേണ്ടി വരും കേട്ടോ, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മൈനർ അല്ലല്ലോ അല്ലേ എടുക്കുന്നത്, അതിന്റെ അകത്ത് ഒരു 2x2 മെട്രിക്സ് എടുക്കും. ഓക്കെ, അപ്പം സെന്ററിൽ എടുക്കാൻ കഴിയില്ല, ബാക്കി രണ്ടിനും എടുക്കാം. അപ്പൊ നമുക്ക് പറയാം ഇത് 0 ആണോ അല്ലയോ എന്ന്. ഇഫ് ഇത് രണ്ടും 0 കിട്ടിയാലും നമുക്ക് ബാക്കി മെട്രിക്സ് കൂടി ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ, ഇതാണ് നമ്മളൊരു 3x3 മെട്രിക്സ് എടുത്തു, അത് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് നമ്മൾ 0 എന്ന് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്ന മെത്തേഡ് ഇതാണ്. അതിൽ ഇതൊരു 2x2 മെട്രിക്സ് ആണ്, ഇത് മറ്റൊരു 2x2 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സും ഈ മെട്രിക്സും, ആ 2x2 മെട്രിക്സിന്റെ ഇത് 0 ആണോ അല്ലയോ എന്ന് നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനന്റ് തന്നെ കണ്ടെത്താൻ കഴിയും. അത്ര ഇവിടെ പറഞ്ഞോളൂ, നമുക്ക് രണ്ടാമത് മറ്റൊരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ചെയ്ത ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ? 0 1 1 സൈറ്റ് ഈക്വൽ ടു 0 1 1 അല്ലേ? ഓക്കെ, ഇനി ചെയ്യാൻ അറിയാം കിട്ടാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് പറയോ? സർ പ്രീവിയസ് പേജ് കാണിക്കുമോ? ഇതിലെന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഡൗട്ട് എവിടെ സ്റ്റക്കായി നിൽക്കുന്നേ? ഇല്ല, ഡൗട്ടൊന്നുമില്ല.
നിങ്ങൾ തന്നെ ചെയ്യട്ടോ, ഇത് ബോർഡ് നോക്കൊന്നും വേണ്ട, തന്നെ ചെയ്യും. ഓക്കെ, ഇതിനെ നോർമലൈസ് ചെയ്താൽ 1/√2 കിട്ടും കേട്ടോ. The modulus of each of these നമ്മൾ ഇന്നലെ ഒരു മെട്രിക്സ് കണ്ടായിരുന്നു, ABBA 0 0 0 0 C. ഇതിന്റെ ഐഗൺ വാല്യൂസ് ചോദിച്ചപ്പോഴേ ഈ എലമെന്റ്, ഈ റോയും ഈ കോളത്തിലെയും ബാക്കി എലമെന്റ് ഒക്കെ 0 ആയതുകൊണ്ട് നമുക്ക് C എന്ന് എടുക്കാം. ഇതിനെ പിന്നെ ഇതിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തിയാൽ മതി. ABBയുടെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ A ± B. ഇങ്ങനെ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. ആ ടൈപ്പ് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രോബ്ലം അതെ. Find the eigenvalue of matrix 0 1 0 0 1 0 0 0 0 0 0 0 0 -2i 2i 0. ഇതിന്റെ ഐഗൺ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് 4 0 0 ആണ്, ഇത് 4 0 0 ആണ്. അപ്പൊ ഇതിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്താൻ ഈ മെട്രിക്സും എടുത്തിട്ട് ഐഗൺ വാല്യൂ കണ്ടെത്തിയാൽ മതി. ഫസ്റ്റ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ±1 വരും. 0 + 1 0 -1. സെക്കൻഡ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തണം. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ, അപ്പൊ അതിന്റെ ഐഗൺ വാല്യൂ എന്താ? 0 √a² + b². ഇങ്ങനെയല്ലായിരുന്നോ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തുന്നത്?
എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടേ. സ്ക്യൂസിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ അല്ലേ? ഓ അതല്ല, ഞാൻ ഈ രണ്ടാമത്തെ ആണോ അങ്ങനെ എടുക്കാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, സാധാ മെത്തേഡ് ചെയ്തോ. ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, ഇങ്ങനെ ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഫുള്ള് 0 വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ചെറിയ 2 മെട്രിക്സ് ആക്കി എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ കണ്ടെത്തിയാൽ മതി. ഫസ്റ്റ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ +or-1 കിട്ടി. സെക്കൻഡ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. നിങ്ങൾ ആ എഴുതുന്ന ട്രിക്കിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡ് വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ, ഉത്തരം കിട്ടും. -4 അല്ലേ? ഇതെങ്ങനെ ചെയ്യും? λ² -0 λ പ്ലസ് ഡിറ്റർമിനന്റ് -4 = 0. λ = λ² = 4. അല്ല, -4 കിട്ടാൻ വേണ്ടി 2 × -2 ചെയ്താൽ പോരെ? അത്രേ ഉള്ളൂ. ഇതാണ് ഉത്തരം. നമ്മൾ ഈ 2x2 മാട്രിക്സിൽ മാത്രമേ ഇങ്ങനെ സമ്മ് കിട്ടുമ്പോൾ ട്രേസ് കിട്ടണം എന്നുള്ളതുണ്ടോ? ഉണ്ട്. 3x3 അതില്ല. അല്ല, എനിക്ക് മനസ്സിലായല്ലോ ചോദ്യം. നോടി ചോദിച്ചേ. നമ്മള് ഡിറ്റർമിനന്റ് 4 കിട്ടിയില്ലേ? അല്ല, -4 കിട്ടിയില്ലേ? അപ്പോ അതിന്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോ 2 × -2 -4. അതിന്റെ സമ്മ് ചെയ്യുമ്പോ 0 കിട്ടൂലേ? ട്രേസ് കിട്ടൂലേ? അത് 3x3 അങ്ങനെ കിട്ടൂലല്ലോ. കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? പക്ഷെ നമ്മള് ചെയ്തതില് 3x3 പകുതിയാണെങ്കിലും ആ സെയിം വാല്യൂ കിട്ടുന്നില്ലല്ലോ. അല്ല, സെയിം വാല്യൂ മീൻസ് ആ ട്രേസ് തന്നെ കിട്ടണമെന്നുണ്ടോ അല്ലെങ്കിൽ 0 കിട്ടണമെന്നുണ്ടോ? ഇല്ല, ആ ട്രേസ് തന്നെ കിട്ടണം. എനിക്ക് തോന്നുന്നു നമ്മള് 3x3 മെട്രിക്സ് ചെയ്യുന്നതിന് ട്രേസ് പകുതി അത്രയും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു സാധാ. ഈ ക്വസ്റ്റ്യൻ എടുത്തേ. ഈ ക്വസ്റ്റ്യന്റെ ഐഗൺ വാല്യൂസ് ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ. പകുതി എണ്ണത്തിനല്ല, എല്ലാത്തിലും കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. അത് നിർബന്ധം. അത് കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റി. ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താ കിട്ടിയേ? ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ എടുത്ത് ഇതിന്റെ ഐഗൺ വാല്യൂസ് ഒന്ന് പറഞ്ഞേ. എന്ത്? 2 -5. 2 -5. ഓക്കെ. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരുന്നു കിട്ടിയത്? ട്രേസ് -20 ആണ് ഡിറ്റർമിനന്റ്. ട്രേസ് ഇവിടെ -1 കിട്ടി. അപ്പം 2 + 2 -5 = -1 കിട്ടും. -20 ആയിരുന്നോ? 2 × 2 4, 4 × -5 -20 ഇങ്ങനെ കിട്ടും. ഇത് എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. അരുണേ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്തത് തെറ്റാ. അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് പറയുമോ? ഇല്ല, അതങ്ങനെ അങ്ങനെ ചെയ്തേ പറ്റൂ. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നു, കറസ്പോണ്ടിങ് ലാംഡ കണ്ടെത്താനായിരുന്നു ചോദ്യം. നമുക്കിവിടെ ഇങ്ങനെ 0 0 0 0 ഇങ്ങനെ തന്നത് കൊണ്ട് നമുക്ക് ഇതിനെ 2 ചെറിയ മൈനർ ആക്കി എടുക്കാം. 0 1 1 0 0 -2i 2i 0. കറസ്പോണ്ടിങ് രണ്ടിന്റെയും ഐഗൺ വാല്യൂസ് കണ്ടെത്തിയാൽ മതി.
ഫസ്റ്റിന്റെ ഐഗൺ വാല്യൂസ് +or-1 കിട്ടി, സെക്കൻഡിന്റെ ഐഗൺ വാല്യൂസ് +or-2 കിട്ടി. ഇതാണ് ഉത്തരം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇടാം. പ്രീവിയസ് CSIR ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഓർ ഫാൾസ് ആണ്. ട്രൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? Which of the following statement is true for a 3x3 real orthogonal matrix with the determinant equal to +1? Option A. At least one of its eigen value is +1. Option B. All the eigenvalues must be real. Option C. None of its eigenvalue is real. Option D. Modulus of each of its eigenvalue need not be 1, but their product must be 1. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. ഫർഹാൻ എന്ന് പറഞ്ഞേ. ഫർഹാൻ ഇതിന്റെ ഉത്തരം പറയേ. അല്ല, ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടോ, ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഫർഹാൻ, ഫർഹാൻ ഇല്ലേ? അഭിഷേകം. ഫർഹാൻ. ഓക്കെ. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ?
നമുക്കൊരു നമുക്കൊരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു +1. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഹിസ് ഐഗൺ വാല്യൂ ഈസ് +1. അങ്ങനെ വരണം നിർബന്ധം വല്ലതും ഉണ്ടോ? അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. ഒരു റിയൽ ഓർത്തോഗണൽ മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് 1 വന്നാൽ നമുക്ക് ഇതിനകത്ത് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരണം അല്ലേ? അതായത് പ്രൊഡക്റ്റ് 1 ആയിരിക്കണം. λ1 × λ2 × λ3 = 1. പിന്നെന്താ, ഇതൊരു റിയൽ മെട്രിക്സ് അല്ലേ? അപ്പം λ1 + λ2 + λ3 ഒരു റിയൽ വാല്യൂ ആയിരിക്കണം. അത്രേ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ ഐഗൺ വാല്യൂ റിയൽ ആയിരിക്കണം നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. നമുക്ക് മൂന്നും കൂടെ സമ്മ് ചെയ്യുമ്പോൾ ഇത് റിയൽ വാല്യൂ കിട്ടണം. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ റിയൽ ആകാം, റിയൽ ആകാതിരിക്കാം. ഉത്തരം ഇതാണ്. മോഡുലസ് 1 ആവണമെന്നില്ല, ബട്ട് ദെയർ പ്രോഡക്റ്റ് മസ്റ്റ് ബി 1. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉറപ്പില്ല. അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് 1 ആയേ പറ്റൂ. മോഡുലസ് 1 ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഉത്തരം ഇതാണ് കേട്ടോ. ഇത് CSIR 2018 ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? സൗമ്യ മനസ്സിലായോ? ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നേക്കുവാണ്. ഒരു 3x3 റിയൽ മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു +1. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ 1 കിട്ടും, ഐഗൺ വാല്യൂസ് സം എടുത്താൽ റിയൽ വാല്യൂ കിട്ടും. കാരണം ഇത് റിയൽ 3x3 മെട്രിക്സ് ആണല്ലോ. അപ്പൊ ട്രേസ് എടുക്കുമ്പോൾ റിയൽ അല്ലേ കിട്ടുള്ളൂ. ഇമാജിനറി ഒന്നും ആവുമല്ലോ. റിയൽ 3x3 മെട്രിക്സിന്റെ ട്രേസ് എടുക്കുമ്പോൾ ഇമാജിനറി നമ്പർ ഒന്നും കിട്ടില്ല, റിയൽ തന്നെ കിട്ടുള്ളൂ. നമുക്ക് ഈ 2 കൺക്ലൂഷൻ എഴുതാം. എന്നിട്ട് അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുവാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഹിസ് ഐഗൺ വാല്യൂ ഈസ് +1. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും കിട്ടാം. ഈ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമില്ല. ഓൾ ദ ഐഗൺ വാല്യൂസ് മസ്റ്റ് ബി റിയൽ, അതിനും നമുക്ക് നിർബന്ധമില്ല. നമുക്ക് ആകെ ഇത് 2 മാത്രമേ നിർബന്ധമുള്ളൂ. നൺ ഓഫ് ഹിസ് ഐഗൺ വാല്യൂ ഈസ് റിയൽ, അത് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഏറ്റവും അവസാനത്തെയാണ് ഉത്തരം. അതിന്റെ പ്രൊഡക്റ്റ് 1 ആയിരിക്കണം. മോഡുലസ് ഏത് വേണമെങ്കിലും ആകാം. നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂസിന്റെ മോഡുലസ് എടുത്താൽ നമുക്ക് ഏത് വേണമെങ്കിലും കിട്ടാം. 2ഓ 3ഓ 4ഓ അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടാം. പക്ഷെ അതിന്റെ ഒക്കെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടണം. അതാണ് ഉത്തരം. ഡൗട്ടാണോ ഇപ്പോഴും? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഓക്കെ. ഇനി ഒരു ചോദ്യം.
17 ഒരു ചോദ്യമാണ്. നമുക്ക് രണ്ട് വെക്ടർ തന്നേക്കുവാണ്. A0 BC are orthonormal. Column matrix A0 BC are orthonormal if option A equal to plus or minus 1, B equal to plus or minus 1/√2, C equal to plus or minus 1/√2. Option A. Option B, A equal to plus or minus 1, B equal to plus or minus 1, C equal to 0, A, B, C. Option C, A equal to plus or minus 1, B equal to 0, C equal to plus or minus 1. ഇത് മതി, ഓപ്ഷൻ ഡി ഒന്നും വേണ്ട. ഓക്കെ, നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് ഇത് ഓർത്തോനോർമൽ ആകാനുള്ള കണ്ടീഷനാണ്. ഓർത്തോനോർമൽ കണ്ടീഷൻ എന്താ? ഷമീൽ എന്ന് വരുമോ? ഓർത്തോനോർമൽ കണ്ടീഷൻ എന്താ? ഞാൻ ഇതിനെ Ψ1 എന്ന് വിളിച്ചു, ഇതിനെ Ψ2 എന്ന് വിളിച്ചു. ഓർത്തോനോർമൽ കണ്ടീഷൻ എന്താ? Ψ1 into Ψ1 into Ψ2 equal to 0. പിന്നെ അത് മാത്രമേ Ψ1 square equal to 1. ഓക്കെ, Ψ2 into Ψ2 equal to 1. നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് എടുക്കാം. നോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. Ψ1 into Ψ1 equal to A0 into A0 which is equal to A square എന്ന് കിട്ടും. ഓർത്തോനോർമൽ കണ്ടീഷൻ നോർമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് ഈക്വൽ ടു 1 ആയിരിക്കണം, which is equal to 1. ദെൻ നമുക്ക് അതിൽ നിന്ന് A equal to plus or minus 1 കിട്ടും. നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. Then ഇനി ഓർത്തോഗണൽ കണ്ടീഷൻ എടുക്കുകയാണ്. Ψ1 into Ψ2 is equal to A0 into BC equal to 0. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB equal to 0 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ A equal to plus or minus 1 കിട്ടിക്കഴിഞ്ഞു. അപ്പം B ഈ ഇക്വേഷൻ 0 ആണെങ്കിൽ B 0 ആയേ പറ്റൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB, പിന്നെ ഇത് 0 ആണല്ലോ, AB equal to 0 എന്ന് കിട്ടും. നമ്മൾക്ക് A കിട്ടിക്കഴിഞ്ഞു പ്ലസ് ഓർ മൈനസ് 1, ദെൻ B 0 ആയേ പറ്റൂ. സോ നമ്മുടെ ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ സി. A equal to plus or minus 1, B equal to 0, C equal to plus or minus 1 എന്ന് കിട്ടും. ആവശ്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം.
ഡൗട്ട് ഉണ്ടോ? സാർ ഇപ്പൊ ചെയ്തല്ലേ ആ സൈവൺ ഇൻറ്റു സൈ2 ഇല്ലേ, ആ അതിൽ സൈവൺ നമ്മൾ A0 എന്ന് പറയുന്ന കോളം മെട്രിക്സ് തന്നെയല്ലേ എടുക്കണ്ടേ? അല്ല, നമ്മള് മൾട്ടിപ്പിൾ അത് നമ്മൾ ഈ ഓർത്തോ നോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലാണ് ആവശ്യം വരിക. ബ്രാ സൈ1 ഇൻറ്റു കെറ്റ് സൈ1 ഈക്വൽ ടു ആണ് +or-1. നമ്മളൊരു കെറ്റ് വെക്ടറിനെ ഒരു കോളം മെട്രിക്സ് ആയിട്ടും ഒരു ബ്രാ വെക്ടറിനെ നമ്മളൊരു റോ മെട്രിക്സ് ആയിട്ടും ആണ് കാണിക്കുക. ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ എഴുതിയത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സാർ സൈ സ്റ്റാർ സൈ ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ, അപ്പൊ അല്ല 1 എന്നല്ലേ, അപ്പൊ അതിന്റെ റോ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോളം മെട്രിക്സ് എടുക്കും അല്ലെ? ഈ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് റോ ആണ്, കോളത്തിന്റെ കറസ്പോണ്ടിങ് റോ ആണ്. അന്നേരം രണ്ട് വേവ് ഫംഗ്ഷനും ഒന്ന് തന്നെയല്ലേ, സൈ1ഉം സൈ1ഉം തന്നെയല്ലേ എടുത്തത്? നമ്മളിപ്പോ നേരത്തെ എടുത്തത് സൈ1ഉം സൈ2 അല്ലേ? അത് നോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ സൈ സ്റ്റാർ സൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് ഇത് നോർമൽ കണ്ടീഷൻ ആണ്. നമ്മൾ സൈ മറ്റേ ഈക്വൽ ടു 0 വരുന്നത് നോർമൽ ഓർത്തോഗണൽ കണ്ടീഷൻ ആണ്. സാർ തൊട്ട് മുമ്പത്തെ പേജ് ഒന്ന് എടുക്കും. സൈ സ്റ്റാർ 1 ഇൻറ്റു സൈ2 ഇത് ഓർത്തോഗണൽ കണ്ടീഷൻ ആണ്. ഓർത്തോഗണൽ കണ്ടീഷൻ അല്ലേ? ഓക്കെ. മറ്റേത് നോർമലൈസ് ചെയ്യുന്ന കണ്ടീഷൻ, നോർമൽ കണ്ടീഷൻ, നോർമലൈസേഷൻ കണ്ടീഷൻ. ഓക്കെ സാർ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? നമ്മളിവിടെ റോ മെട്രിക്സ് ആക്കി എഴുതുന്നതേ നമ്മളിവിടെ സൈ സ്റ്റാർ 1 ഇൻറ്റു സൈ എന്ന് എടുക്കുക. ഇതിന്റെ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ഒരു കോളം മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ റോ മെട്രിക്സ് ആണ്. സൈ സ്റ്റാർ സൈ ഈക്വൽ ടു 1 ഇതാണ് നമ്മളുടെ നോർമലൈസേഷൻ കണ്ടീഷൻ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൈയുടെ കോഞ്ചുഗേറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളിവിടെ എങ്ങനെ റോ എടുത്തു എന്നായിരുന്നു ഒരു ഡൗട്ട്. നമ്മളത് ക്വാണ്ടം മെക്കാനിക്സിലാണ് ഇത് നമുക്ക് ഈ ഓർത്തോ നോർമൽ കണ്ടീഷൻ മെയിൻ ആയിട്ട് വരിക. ഇതില് ഓർത്തോ നോർമൽ കണ്ടീഷൻ സൈ1 സൈ2 ഓർത്തോനോർമൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സൈ1 സ്റ്റാർ സൈ1 ഈക്വൽ ടു 1, സൈ2 സ്റ്റാർ സൈ2 ഈക്വൽ ടു 1, സൈ1 സ്റ്റാർ സൈ2 ഈക്വൽ ടു 0. സെയിം ആയിട്ടുള്ള വെക്ടർ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 1 വരണം. ഇവിടെ ഈ സൈ1 സ്റ്റാർ എന്ന് എടുത്തിരിക്കുന്നത് റോ മെട്രിക്സ് ആണ്, സൈ1 കോളം മെട്രിക്സ്. നമ്മൾ എപ്പോഴും ഒരു വെക്ടറിനെ കോളം മെട്രിക്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. അതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ നമ്മൾ റോ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടണം. അതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് എടുത്ത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം. ഇത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആട്ടോ, ഓർത്തിരുന്നോ? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് 1 to 1ന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് 1 to 1 തന്നെയാ. 1 2i 1ന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താന്ന് വെച്ചാൽ മൈനസ് വരും. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് സൈ1 സ്റ്റാർ സൈ2 സ്റ്റാർ ഒക്കെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ഒരു റോ വെക്ടറിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ ഒരു കോളം വെക്ടറിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു റോ വെക്ടർ കിട്ടും. അതില് i ഉണ്ടെങ്കിൽ അതിനെ -i ആക്കി എഴുതണം. അത്രേ ഉള്ളൂ.
അടുത്തൊരു ഹോംവർക്ക് തരാം. പ്രീവിയസ് CSIR നിന്നാണ്. അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യണ്ട, ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. A matrix A equal to zero, zero, zero. Okay. Option A. ഈ കമ്മ്യൂട്ടേറ്റർ റിലേഷൻ നിങ്ങൾക്ക് അറിയോ? കമ്മ്യൂട്ടേറ്റർ AB ഈക്വൽ ടു AB മൈനസ് BA. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തോ. എന്നിട്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ചെയ്താൽ മതി. കമ്മ്യൂട്ടേറ്റർ AB എന്ന് പറഞ്ഞാൽ AB മൈനസ് BA. അപ്പൊ നമ്മൾ കമ്മ്യൂട്ടേറ്റർ AB കിട്ടണമെങ്കിൽ മെട്രിക്സ് A ഇൻറ്റു മെട്രിക്സ് B മൈനസ് മെട്രിക്സ് B ഇൻറ്റു മെട്രിക്സ് A ഒക്കെ ചെയ്യണം. കമ്മ്യൂട്ടേറ്റർ ABയും കമ്മ്യൂട്ടേറ്റർ BC. ചിലപ്പോൾ കമ്മ്യൂട്ടേറ്റർ AB കിട്ടുമ്പോൾ തന്നെ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടുമായിരിക്കും. കാരണം കമ്മ്യൂട്ടേറ്റർ AB AB ഈക്വൽ ടു C വന്നാൽ മാത്രം നമ്മൾ അടുത്തതിലേക്ക് പോയാൽ മതി. കമ്മ്യൂട്ടേറ്റർ AB എടുക്കുക, ഉത്തരം C ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഓപ്ഷനിലേക്ക് കമ്മ്യൂട്ടേറ്റർ BC എടുത്ത് ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഇപ്പൊ ചെയ്യണ്ട, ടൈം കിട്ടുമ്പോൾ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. പ്രീവിയസ് പേജിലേക്ക് പോകണം. ആർക്കെങ്കിലും എഴുതി കഴിയാത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിന്റെ ഐഗൺ വാല്യൂസ് കണ്ടെത്താനാണ് അവർ ചോദിച്ചേക്കുന്നത്. ആൻഡ് n1, n2, n3 are the components of unit vector. അഞ്ജന എന്ന് തരുമോ? അഞ്ജന. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യാം. അതിനകത്ത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുവാണ് n1ഉം n2ഉം n3യും ഒരു യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണൻസ് ആണെന്ന് പറഞ്ഞേക്കുവാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ആണ് ഒരു മിനിറ്റ്. ഈ യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാലേ √n1² + n2² + n3² = 1 കിട്ടും. ഓക്കെ, ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണ്. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഐഗൺ വാല്യൂസ് എന്തൊക്കെയാ? 0 root of plus or minus root of n1 i square ഇല്ലേ? plus n2. i ഇല്ലേ? 0 + or - i × root of i ഉണ്ടോ? ഒന്ന് നോക്കിയേ, i ഉണ്ടോ ഇല്ലെന്ന്. i ഉണ്ട് ഇല്ലേ? കണ്ടില്ല. ഉണ്ട്, i ഉണ്ട്. 0 + or - i × √n1² + n2² + n3². നമുക്ക് ഉത്തരമായി 0 + or - i. ഇതാ ഉത്തരം. മൈക്ക് ഓഫ് ആയിക്കോ. ഹലോ, ചോദിച്ചോ. സർ, ഈ √n1² + n2² + n3² അത് ക്വസ്റ്റ്യൻ തന്നതാണോ? അല്ല, അവര് ക്വസ്റ്റ്യനിൽ ഇതാ തന്നേക്കുന്നത്. n1, n2, n3 are the components of unit vector. ഓക്കെ, സർ അത് ഓരോന്നും കമ്പോണൻസ് എന്നാണോ പറയുന്നത്? നമ്മള് i ക്യാപ്പ്, j ക്യാപ്പ്, z ക്യാപ്പ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, ശരി. അപ്പം അതിന്റെ √² എടുക്കുമ്പോൾ 1 കിട്ടും. ഓക്കെ, ശരി. ആതിര ഉണ്ടോ? ആതിര. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ. ജൂൺ 2012 ജൂൺ 2012 CSIR. ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഡിസംബർ 2011 ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു m എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. ട്രേസ് ഓഫ് m = 6 എന്ന് തന്നിട്ടുണ്ട്. ട്രേസ് ഓഫ് m² = 26 എന്ന് തന്നിട്ടുണ്ട്. ട്രേസ് ഓഫ് m³ = 19 എന്ന് തന്നിട്ടുണ്ട്. Find the eigenvalue of m. ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കണം, ഓപ്ഷനിൽ നിന്ന് ഉത്തരം എടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ
1 minus 1 4. Second option minus 1 0 7. Third option minus 1 3 4. Fourth option 2 2 2. ഇതിൽ നിന്ന് നമ്മൾ ട്രേസ് എടുത്ത് നോക്കണം. ട്രേസ് എടുക്കുമ്പോൾ 2 2 2 6 1 3 4 1 3 4 തന്നെയല്ലേ? -1 ആണേ. -1 3 4 അതും 6 കിട്ടും, ഇതും 6 കിട്ടും, ഇതും 6 കിട്ടും. അപ്പൊ നമുക്ക് m സ്ക്വയർ എടുക്കണം. ട്രേസ് ഓഫ് m സ്ക്വയർ ഈക്വൽ ടു 26 എന്നവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേ, സ്ക്വയർ ചെയ്ത് നോക്കിയേ. 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 1 plus 1 plus 16 equal to 18. Then first option അല്ല നമ്മുടെ ഉത്തരം. നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഫസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്തു. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് ട്രേസ് ഓഫ് m സ്ക്വയർ ചെയ്ത് നോക്കിയേ. -1 1 plus 0 plus 14 which is equal to 15 കിട്ടും. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ അല്ല ഉത്തരം. തേർഡ് ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കിയേ. 1 plus 9 plus 16 കിട്ടും, ഈക്വൽ ടു 26 കിട്ടും. ഇതാണ് ഉത്തരം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ മൂന്നാമത്തെ ഇതുകൂടി ചെയ്യണം. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യുന്നതിനേക്കാൾ മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യാം, പാടൊന്നുമില്ലല്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ 1 -1 plus 27 plus 64 which is equal to 19 കിട്ടും. ദെൻ നമ്മുടെ ഓപ്ഷൻ തേർഡ് ആണ് കറക്റ്റ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കൂടെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എം സ്ക്വയറിന്റെ ട്രേസ് തന്നെ ഇത് ഇൻവാലിഡ് ആണ്. ഈ ക്വസ്റ്റിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് CSIR 2011 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ട്രേസ് എം ഒരു മെട്രിക്സ് എം എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് 3 സ്റ്റേറ്റ്മെന്റ് തന്നേക്കുവാണ്. എമ്മിന്റെ ട്രേസ് 6, എം സ്ക്വയറിന്റെ 26, എം ക്യൂബിന്റെ 90. നമ്മൾ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് ചെയ്തു നോക്കും. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് ഇത്രേ ഉള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് വൈകിട്ടും മാത്സ് ആയിരിക്കും. നാളെ രാവിലെ ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കും ക്ലാസ്. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് നവംബർ 11 വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം തീർക്കാവുന്ന തീർക്കും. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം. സർ, നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞില്ലേ? ക്യൂ ഇതില് നമ്മളിപ്പോ ചെയ്ത് അപ്പൊ ക്യൂ സിമെട്രിക് എന്ന് വെച്ചാൽ A ട്രാൻസ്പോർട്ട് ഈസ് ഈക്വൽ ടു -A എന്ന് വരണ്ടേ? വരുമല്ലോ. ഇല്ല, വരുമോ? നോക്കി ഏതായിരുന്നു മെട്രിക്സ്? A is equal to 0 -n3 0 -n3 n2 പിന്നെ n3 0 0 -n1 അല്ല സാർ, n1 തന്നെ. ഞാൻ n1 ആണോ അവിടെ എഴുതിയത്? -n1 ആണ് കേട്ടോ. അപ്പം A ട്രാൻസ്പോസ് ഈക്വൽ ടു 0 n3 -. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാറ്റി എഴുതാണേ. ഇവിടെ -n1 ആണ്. അപ്പം പറയണ്ടായിരുന്നോ? ഞാനോടത്തിന് എന്റെ കാൽക്കുലേഷന്റെ പ്രശ്നമായിരിക്കും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സാറേ പിന്നെ നമ്മൾ ഈ യൂണിറ്റ് വെക്ടർ കാണുമ്പോൾ അതിന്റെ മോഡുലസ് റൂട്ട് ഓഫ് പിന്നെ n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ പ്ലസ് n3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നല്ലോ 3 എന്നല്ല വരിക, റൂട്ട് 3 എന്നല്ല വരിക. ഒരു മിനിറ്റ്, അങ്ങനെയാണല്ലേ? കമ്പോണന്റ് ഓഫ് എ യൂണിറ്റ് വെക്ടർ സാർ, അല്ലേ? കമ്പോണൻസ് ഓഫ് എ യൂണിറ്റ് വെക്ടർ അവർ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് n1 n2 n3 എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണന്റ് ആണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ IJK അല്ല കമ്പോണന്റ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന്റെ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ 1 അല്ലേ? അങ്ങനെ വരുമല്ലേ? അങ്ങനെയല്ലോ. ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡുലസ് 1 ആവുമ്പോഴല്ലേ? ആണ്, അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നേ നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നേരത്തെ ചെയ്തതാണ്. പിന്നെ ഒരു വലിയ മെട്രിക്സിൽ 2 ഭാഗങ്ങളാക്കി നമ്മൾ ചെയ്തില്ലേ? അത് സ്ക്യൂ സിമെട്രിക് ആണ്. അത് നമ്മൾ ചെയ്ത കറക്റ്റ് തന്നെയായിരുന്നു. ഇത് സ്ക്യൂ സിമെട്രിക് ആണ് ഇതിന്റെ. അപ്പൊ അതിൽ 0 കൂടി വരൂലേ? നമ്മള് 0 - 2 2i 0 വരുന്ന സമയത്ത് 0 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് അല്ലേ വരിക? അങ്ങനെയാണല്ലോ. അപ്പൊ സ്ക്യൂ സിമെട്രിക് ആണ്. 0 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ്. ഇപ്പൊ 0യും ശരി, അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിക്കവാറും ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനെ ഒരു സെപ്പറേറ്റ് സ്ക്യൂ സിമെട്രിക് ആക്കി എടുക്കാൻ പാടില്ലായിരിക്കും. അതായിരിക്കും എന്തായാലും ഉത്തരം ഇതാ. കാരണം നമുക്കിവിടെ 0 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു ആ ഉത്തരം എന്താ കിട്ടുക? i ഇൻറ്റു -8 എന്നല്ലേ കിട്ടുക? 0 - 8 എന്ന് കിട്ടും ഉത്തരം. ബട്ട് ഇത് നമ്മൾ ട്രേസ് എടുത്താലൊന്നും ഇത് കിട്ടില്ലല്ലോ. ഇത് സ്ക്യൂ സിമെട്രിക് ആക്കി സെപ്പറേറ്റ് ആക്കി എടുക്കരുത്. അകത്തൊരു മൈനർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ പ്രോബ്ലം തന്നെ ഒരു മിനിറ്റ്. ഇപ്പൊ താഴെ എഴുതിയിരിക്കുന്നത് എന്താ? മേലുള്ളതിനെ മാറ്റി എഴുതിയതാണോ? ഇതോ? അത് 2 മെട്രിക്സ് ആണ്. നമുക്ക് ഒരു ഒറ്റ മെട്രിക്സ് ആയിരുന്നു 4x4. അങ്ങനെയൊക്കെ എഴുതിയതാണോ? അതില് ഈ എലമെന്റ്സ് ഇവിടെ 0 0 0 0 0 0 0 1 എന്ന് വന്നത് കൊണ്ട് നമുക്ക് ഇതിനെ 2 ചെറിയ മൈനർ ആക്കി എടുത്തിട്ട് അതിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തിയാൽ മതി. അല്ല, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മേലത്തെ മെട്രിക്സ് ആണോ? 0 - 2i 2i 0 ഇതിന്റെയാണോ? ഇതിന്റെ ബാക്കി ഞാൻ എഴുതിയതാ. ഈ മെട്രിക്സ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ച് എഴുതാം. അപ്പൊ അത് മാത്രം എടുക്കുന്നതുകൊണ്ട് വാല്യൂ മാറ്റം വരുമോ? അതാണ് ചോദ്യം. ഇല്ല, നമ്മൾ ഇതിന്റെ ഐഗൺ വാല്യൂ എടുത്താൽ മതി. നമ്മൾ ഈ ട്രിക്ക് ഒന്നും ഉപയോഗിക്കണ്ട. ഡയറക്റ്റ് ഐഗൺ വാല്യൂ എങ്ങനെയാണോ കണ്ടെത്തുന്നത് അതേപോലെ ചെയ്താൽ മതി. അല്ല, അപ്പൊ അതിനെ മാത്രം മാറ്റിയെടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതിന് മാത്രമൊന്നുമല്ല, നമുക്ക് ഇതിന്റെ 4x4 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്തിയാൽ മതി. ഇതിന്റെ ഐഗൺ വാല്യൂ കണ്ടെത്താൻ നമ്മൾ ഡിറ്റർമിനന്റും ട്രേസ് കൊടുക്കുമ്പോൾ വലിയൊരു സംഭവമല്ലേ വരിക. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ മുഴുവൻ 0 ആയത് കൊണ്ട് നമുക്ക് ചെറിയ ബോക്സ് ആക്കി എടുക്കാം. അവര് CSIR ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരും ഇത് തന്നെയാ ഉദ്ദേശിച്ചത്. വലിയൊരു മെട്രിക്സ് വന്നാൽ ഇങ്ങനെ ചെയ്യാനാ ഉദ്ദേശിച്ചത്. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റിഡക്ഷൻ ഓഫ് ഓർഡർ CSIR ക്വസ്റ്റ്യൻ പേപ്പറിൽ 4x4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്താൻ ചോദിച്ചാല് അവരതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവൂല. അവര് അതിന്റെ ട്രിക്ക് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 4x4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്താൻ പോയാല് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിഡക്ഷൻ ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഐഗൺ വാല്യൂസിലേക്ക് എത്തിയാലും മതി, കുഴപ്പമില്ല. അങ്ങനെ എത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. സമയം കുറച്ചധികം സമയം എടുക്കും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം.